ഹിന്ദുക്കൾ മുഴുവനും ഹിംസ ചെയ്യുന്നു എന്ന് പറഞ്ഞപ്പോഴാണ് നരേന്ദ്രമോദി എഴുന്നേറ്റ് നിന്നത്. അല്ലാണ്ട് രാഹുൽ ഗാന്ധിയെ പേടിച്ചിട്ടല്ല. രാഹുൽ ഗാന്ധിയെ ഞങ്ങൾക്ക് ഒരു പേടിയില്ല. ഒരു ഭാഗത്ത് ഹിന്ദു വിരുദ്ധരാണെങ്കിൽ, ഹിന്ദുവിനെ കൊല്ലുകയാണെങ്കിൽ, ഹിന്ദു ഹിംസ നടത്തുന്നവരെ നിങ്ങൾ താലോലിക്കുകയും, ഇത്രയും കാലം രാമൻ അയോധ്യയിൽ ജനിച്ചിട്ടില്ല എന്ന് സുപ്രീം കോടതി പറഞ്ഞ ഇതേ കോൺഗ്രസിന്റെ രാഹുൽ ഗാന്ധിയുമാണ് ഇപ്പൊ രാമന്റെ പേര് പറയുന്നത്. രാഹുൽ ഗാന്ധി എന്താണോ നിങ്ങളുടെ ആയുധം, ആ ആയുധം എടുത്തിരിക്കുകയാണ്. എന്താണോ കാര്യം? വാട്ട് ഈസ് ദ റീസൺ? ഇപ്പോ ശ്രീരാമനെ എത്ര തവണ നരേന്ദ്രമോദി ഇൻവോക്ക് ചെയ്തിട്ടുണ്ട്, എത്ര തവണ ശ്രീരാമനെ ഉപയോഗിച്ചിട്ടുണ്ട്, മറ്റ് ദേവതകളെ ഉപയോഗിച്ചിട്ടുണ്ട്. എന്തോ അലമ്പുണ്ടാക്കാൻ വന്നിരിക്കുക. അതെ, രാഹുൽ ഗാന്ധിക്ക് ഉപയോഗിക്കാം. ശിവൻ എന്ന് പറയുന്നത് രാഹുൽ ഗാന്ധി ചോദിച്ച പോലെ നിങ്ങളുടെ സ്വത്തൊന്നും അല്ലല്ലോ. നാരായണിമംഗലം നാരായണൻ ആരാണെന്നാ നിന്റെ വിചാരം? അവൻ കലക്കാൻ പോണ കലക്ക് കണ്ടു. ഒലക്ക കൊണ്ട് ഭരണപക്ഷത്തെ അടിക്കാമെന്ന് വിചാരിച്ച ഒലക്ക സ്വന്തം തലയിൽ അടികിട്ടി, സ്വന്തം തലയിൽ വീണു എന്ന് കണ്ടപ്പോ രാഹുൽ ഗാന്ധി ഒന്നും മാറ്റി. വീണെന്താ വല്ല വട്ടുണ്ടോ? നിങ്ങളല്ല ഹിന്ദുക്കൾ എന്ന് പറഞ്ഞ്, നിങ്ങളല്ല ഇത് എന്ന് പറഞ്ഞൊന്നും മാറ്റിയത്. ഇതാണ് ഇന്ന് പാർലമെന്റിൽ ഉണ്ടായിരിക്കുന്ന കാര്യം. പക്ഷെ ഞാൻ ഒന്ന് നിങ്ങളോട് പറയാം, ഹിന്ദുക്കൾ അക്രമകാരികളാണ് എന്ന് പറഞ്ഞതിനെ ചില ഹിന്ദുക്കൾ എന്ന് വ്യാഖ്യാനിച്ച്, അത് BJP-ക്കാർ എന്ന് വ്യാഖ്യാനിച്ച് മലയാളത്തിലെ നിങ്ങളടക്കമുള്ള മാധ്യമ പ്രവർത്തകർ വല്ലാതെ നരേറ്റീവ് സൃഷ്ടിക്കുന്നുണ്ട്. ഇനിയെങ്കിലും ഈ തറ വേലകളൊക്കെ നിർത്തി അവനെ എന്റെ ജോലികൾ ചെയ്ത് ജീവിക്കാൻ നോക്കണേ. എങ്കിൽ രാഹുൽ ഗാന്ധി പാർലമെന്റിൽ പറയേണ്ടിയിരുന്നത് BJP-ക്കാരായ നിങ്ങൾ ഹിന്ദുക്കളുടെ പേര് പറഞ്ഞുകൊണ്ട് ആക്രമണം നടത്തുകയായിരുന്നു എന്ന് പറഞ്ഞിട്ടില്ല. അങ്ങനെയല്ല അദ്ദേഹം പറഞ്ഞത്. നിനക്കതൊക്കെ എങ്ങനെയാ സാധിക്കുന്നത്? ഇത് പൊതുമൈതാനത്തെ പ്രസംഗം മാതിരി, തെരുവിലെ രാഷ്ട്രീയ പ്രവർത്തനം മാതിരി, രാഷ്ട്രീയ പ്രസംഗം മാതിരി അല്ല പാർലമെന്റിൽ പ്രസംഗിക്കേണ്ടത്. അതിന്റെ ഒരു പക്വത അദ്ദേഹത്തിന് കൈവന്നിട്ടില്ലാത്തത് കൊണ്ടാണ് അവാസ്തവമായ, ഒത്തന്റിസിറ്റി ഇല്ലാത്ത കാര്യങ്ങൾ അദ്ദേഹം സൂചിപ്പിച്ചത്. മാത്രമല്ല, എല്ലാവരുടെയും കൈപ്പത്തിയാണ് ഞങ്ങളുടെ കൈപ്പത്തി എന്ന് പറയുന്നത് ഒരു തരം മൂന്നാംകട രാഷ്ട്രീയ പ്രസംഗമല്ലേ? അത് മതത്തെ തന്നെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടുള്ളതല്ലേ? അത് മതത്തിന്റെ പേരിലുള്ള ഭാഷയല്ലേ? ഇത്രയും കാലം മതേതരത്വം പറയുന്ന ആളുകൾ ഈ രീതിയിലാണോ പ്രസംഗിക്കേണ്ടത്? പോയി ചത്തുടടാ. ഇനി അഗ്നിവീരിന്, ഞാൻ നേരത്തെ അഗ്നിവീരിന്റെ കാര്യം പറഞ്ഞു. ഇനി ഞാൻ ഒന്ന് രണ്ട് കാര്യങ്ങളോട് സൂചിപ്പിച്ചോട്ടെ, മിസ്റ്റർ കോൺഗ്രസിന്റെ ഇവിടുത്തെ പ്രതിനിധി അടക്കം. നിങ്ങൾ ഇന്ന് ഹിന്ദു സമൂഹം, ഹിന്ദുക്കൾ എന്ന് പറയുന്ന ആളുകൾ അക്രമകാരികളാണ് എന്ന് പറയുമ്പോ 1987-ൽ 30% ഉണ്ടായിരുന്ന കാശ്മീരിലെ ഹിന്ദുക്കൾ ഇന്ന് 1% നിങ്ങൾ എന്നെങ്കിലും ഒരു വാക്ക് അതിനെതിരെ സംസാരിച്ചിട്ടുണ്ടോ? അതൊന്നും എനിക്കറിയാൻ മേല. അവർ പാകിസ്ഥാന് വേണ്ടി വാദിക്കുന്ന, ഈ മതരാഷ്ട്രമുണ്ടാക്കാൻ വേണ്ടി വാദിക്കുന്നവർക്കെതിരായി നിന്നുകൊണ്ട് നിങ്ങളുടെ മതം അക്രമകാരികളുടെ മതമാണ് എന്ന് പറഞ്ഞാൽ നൗഷദ് അലിക്ക് അത് അംഗീകരിക്കാൻ പറ്റുമോ? അത് ഉത്തരം പറ. നിങ്ങളുടെ മതം അക്രമകാരികളുടെ മതമാണ് എന്ന് പറഞ്ഞാൽ മിസ്റ്റർ കോൺഗ്രസ് വക്താവെ, നിങ്ങൾ അംഗീകരിക്കോ? അംഗീകരിക്കാൻ നിങ്ങൾക്ക് പറ്റില്ല. അപ്പൊ തട്ടിപ്പാണല്ലേ? ഇവിടെ അക്രമകാരികളായിട്ട് മതത്തിന്റെ പേരിൽ ആളുകളെ കൊന്നൊടുക്കുന്ന ആളുകളില്ലേ? എന്തേ ബാക്കി എല്ലാവരുടെയും കാര്യം പറഞ്ഞപ്പോ മുസ്ലിം മതത്തെ ഒഴിവാക്കി വിട്ടത്? ഇനി ഇത് ആവർത്തിക്കരുത്. എന്തേ പശ്ചിമ ബംഗാളിൽ ശരീഅത്ത് നിയമത്തിന്റെ പേരിൽ നിയമം കൊണ്ടുവരാൻ TMC തീരുമാനിച്ചപ്പോ എന്തേ നിങ്ങൾ ഒരക്ഷരം പോലും ഇന്നും പാർലമെന്റിലോ വെളിയിലോ നിങ്ങൾ മിണ്ടാത്തത്? നിങ്ങൾ കത്വയിലെ ഒരു വിഷയത്തെ, കാശ്മീരിലെ കത്വയിൽ നടന്ന ഒരു പെൺകുട്ടിയുടെ വിഷയം നിങ്ങൾ രാജ്യവ്യാപകമായിട്ട് മാധ്യമങ്ങളും കോൺഗ്രസും പ്രചരിപ്പിച്ചില്ലേ? ഇവൻ പറയുന്നത് വിശ്വസിക്കരുത്. ഇവൻ ഭക്ഷണം കഴിക്കാനും കള്ളം പറയാനും മാത്രമാണ് വാ തുറക്കുന്നത്. രാജ്യത്ത്, രാജസ്ഥാനിലും ഈ ഇന്ത്യയിലെ, ഈ കേരളത്തിലടക്കം എത്രയോ അങ്ങനത്തെ സംഭവങ്ങൾ. എന്താ നിങ്ങൾ മിണ്ടാതിരിക്കുന്നത്, പാർലമെന്റിൽ മിണ്ടാതിരിക്കുന്നത്? നിനക്ക് പറ്റൂലേ, കളഞ്ഞിട്ട് പോടേ. ഒരു ഭാഗത്ത് ഹിന്ദു വിരുദ്ധരാണെങ്കിൽ, ഹിന്ദുവിനെ കൊല്ലുകയാണെങ്കിൽ, ഹിന്ദു ഹിംസ നടത്തുന്നവരെ നിങ്ങൾ താലോലിക്കുകയും ഹിന്ദു സമൂഹത്തെ ഇല്ലാതാക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നതിന്റെ നിരന്തരമായ, ഇത്രയും കാലം രാമൻ അയോധ്യയിൽ ജനിച്ചിട്ടില്ല എന്ന് സുപ്രീം കോടതി പറഞ്ഞ ഇതേ കോൺഗ്രസിന്റെ രാഹുൽ ഗാന്ധിയുമാണ് ഇപ്പൊ രാമന്റെ പേര് പറയുന്നത്. വാസ്തവത്തിൽ പ്രതിപക്ഷ നേതാവെന്ന നിലയിൽ അദ്ദേഹം താങ്കൾ പറഞ്ഞതുപോലെ ഗാന്ധിജിയുടെയോ നെഹ്റുവിന്റെയോ ഇന്ദിരാഗാന്ധിയുടെയോ രാഹുൽ ഗാന്ധിയുടെയോ പട്ടേലിന്റെയോ ഒക്കെ കാര്യം പറഞ്ഞുകൊണ്ട് തുടങ്ങിയിരുന്നെങ്കിൽ ഈ വേദിയിൽ ഞാൻ പറഞ്ഞേനെ, ഒരു പ്രതിപക്ഷ നേതാവിനെ 10 വർഷത്തിന് ശേഷം ഇന്ത്യക്ക് കിട്ടി എന്ന് ഞാൻ പറഞ്ഞേനെ. ഇത് വെള്ളരിക്കണ്ടത്തിലെ കണ്ണേറ് കോലം പോലെ ഹിന്ദുക്കൾ മുഴുവനും ഹിംസ ചെയ്യുന്നു എന്ന് പറഞ്ഞപ്പോഴാണ് നരേന്ദ്രമോദി എഴുന്നേറ്റ് നിന്നത്. അല്ലാണ്ട് രാഹുൽ ഗാന്ധിയെ പേടിച്ചിട്ടല്ല. രാഹുൽ ഗാന്ധിയെ ഞങ്ങൾക്ക് ഒരു പേടിയില്ല. 240 സീറ്റ് കിട്ടി ഇന്ത്യ ഭരിക്കുന്ന ഞങ്ങളെ ജനം തോൽപ്പിച്ചു.
ഇട പറയുന്ന നിനക്കില്ലേലും കേൾക്കുന്ന എനിക്കില്ലടാ ഒരു ചളുപ്പ്. 100 സീറ്റ് കഷ്ടിച്ച് കിട്ടിയ കോൺഗ്രസിനെ ജനം ജയിപ്പിച്ചു എന്നൊക്കെ ഒരു പാർലമെന്റിൽ പറയുമ്പോ ഒരു അന്തസ് വേണ്ടേ? ശരി. മതിയാ എന്താ നിർത്തിയ തല്ലണ ഇനി തല്ലണ എടാ റോമാക്കുട്ടിയെ എത്ര എണ്ണം കൊടുത്തടാ? ചവിട്ടി അവന്റെ അണ്ണാക്കകത്ത് കയറ്റിട്ടുണ്ട്. അനിയാ പോട്ടെ അമ്പിമനെ പോട്ടറാ. സാറേ ഒന്നും വിചാരിക്കില്ലേ മക്കളെ, മാമനോടൊന്നും തോന്നല്ലേ.